ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ്. ട്രൈ ചെയ്താൽ കിട്ടും. എനിക്കൊരു ഇയർ കൂടി ഉണ്ട്, അറ്റ് ദി എൻഡ് വരെ ട്രൈ ചെയ്യുക. ഇതുവരെ ഞാൻ എടുത്തൊരു ഡിസിഷൻ തെറ്റാന്ന് ഈ ഒരു നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ ഓരോരു കൺട്രിയിൽ പോയപ്പോഴത്തേക്കും എനിക്ക് തന്നെ കുറെ ചേഞ്ചസ് വന്നു. ഹലോ, നമ്മുടെ എയിംബിറ്റ്സിന്റെ പുതിയൊരു സീരീസ് ആണ് സക്സസ് സ്റ്റോറി ഓഫ് എയിംബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇന്ന് നമ്മളോടുള്ളത് നമ്മുടെ സ്വന്തം, അതായത് എയിംബിറ്റ്സിന്റെ കൂടെ ഒരു 1.5 വർഷം ജേർണി കംപ്ലീറ്റ് ചെയ്തിട്ട് UK പോയ നമ്മുടെ സ്വന്തം കാവ്യയാണ്. സോ കാവ്യ, വെൽക്കം ബാക്ക് ടു എയിംബിറ്റ്സ്. താങ്ക് യു ചേട്ടാ. വിശേഷം, ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ തവണ നാട്ടുകാരെ സർപ്രൈസ് ചെയ്യാനായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയാനുള്ളത്? ഫസ്റ്റ് ടൈം ആണ് പുതിയ ഓഫീസിൽ വരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ സന്തോഷം. പുതിയ ഓഫീസ്, പുതിയ സ്പേസ്, കുറെ പുതിയ ആൾക്കാരെ കണ്ടു. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്തുണ്ട് വിശേഷം? UK വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? പറയട്ടെ. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാനിപ്പോൾ PSWയിലാണ്. ഇനി 1 more year ഉണ്ട് അവിടെ. ഞാനിപ്പോൾ ആമസോണിൽ വർക്ക് ചെയ്യുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഇയർ മെയിലായിരുന്നു എനിക്ക് ഗ്രാജുവേഷൻ. ഞാൻ MSc മാനേജ്മെന്റ് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി ആയിരുന്നു ലണ്ടൻ. PSW ഞാൻ അപ്ലൈ ചെയ്ത് ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് PSW കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് 40 hours ഞാൻ ആമസോണിൽ കയറി. ആമസോണിൽ ഞാനിപ്പോൾ ഒരു ടീം ലീഡിന്റെ ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ചോദ്യമാണ്, പോയി കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് പഠിക്കുന്ന സമയം സ്ട്രഗ്ലിംഗ് തന്നെയായിരിക്കും. പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ ആമസോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തോരം പൈസ നീ ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം? 13 pounds കോസ്റ്റേലും എനിക്കിവിടെ ആമസോണിൽ വരുമ്പോൾ 16 pounds വരുന്നുണ്ട്. സേവിങ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ പോലും ഒരു മാസം ഒരു 2 lakhs കിട്ടുന്നുണ്ട്. 23-ാമത്തെ വയസ്സിലാണ് ഞാൻ പോയത്. ആ ഒരു വയസ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതിനെക്കാട്ടിലൊരു വലിയ എമൗണ്ട് ലോൺ എടുത്തിട്ടാണ് നമ്മൾ UK പോകുന്നത്. പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇവിടെ നിന്നിട്ട് നമ്മളൊരു ഭയങ്കര കംഫർട്ട് സോണിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യണം. ഇവിടെ ആയുമ്പോഴത്തേക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്മ ചായ എന്ന് പറഞ്ഞാൽ അമ്മ ചായ തരും, അമ്മ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും. പക്ഷെ അവിടെ അങ്ങനെയല്ല. ചായ വേണമെങ്കിലും ഫുഡ് വേണമെങ്കിലും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം.